ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബ്രേക്ക് എടുക്കുക. നിങ്ങൾ ഇപ്പം കുറേ സമയം ജോലി ചെയ്യുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കുക. കുറച്ച് ബ്രീത്തൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് പുറത്തൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെയും നിങ്ങൾ ആ ജോലി കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത്, പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളും നമ്മുടെ മനസ്സും എന്ത് ചെയ്യും, തളർന്നു പോയിടോ. ഓർമ്മശക്തി പല ആൾക്കാർക്കും കുറയുന്നത് ഇതൊക്കെ കൊണ്ടാ, ഫോക്കസ് കിട്ടാത്തത് ഇതൊക്കെ കൊണ്ടാ. അപ്പം എന്ത് ചെയ്യുക, ഒന്ന് നമ്മുടെ പ്രകൃതിയായിട്ടൊന്ന് ഇണങ്ങാൻ നോക്കുക. എല്ലാം ഒന്ന് സ്ലോ ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നല്ല സ്ലോ അല്ല, ഇതേപോലെ പതുക്കെ മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒന്ന് എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണെങ്കിൽ പോലും, ഒരു ബിരിയാണി കഴിക്കുന്നതാണെങ്കിൽ പോലും അത് രുചിച്ച് ഒന്ന് മണത്ത് അതിന് എല്ലാം ഒന്ന് സ്ലോ ആയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. മനസ്സറിഞ്ഞ് കഴിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ ജേർണലിങ് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന, പല ആൾക്കാരോടും പറയുന്നൊരു കാര്യമാണ് ജേർണലിങ്. നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ജേർണലിങ്. അതേപോലെ തന്നെ ബോഡി ഒന്ന് മൂവ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊന്ന് ബോഡി മൂവ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ജീവിക്കുക. ഒരു രാത്രി കിടക്കുന്ന സമയത്ത് അന്നുണ്ടായിട്ടുള്ള നിങ്ങളുടെ ഗ്രേറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് എഴുതുക, അനുഗ്രഹങ്ങൾ എഴുതുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ മൈൻഡ് എന്താവും, കാമാവും, പീസ്ഫുള്ളാവും, സന്തോഷം വരാൻ തുടങ്ങും, സമാധാനം വരാൻ തുടങ്ങും. ഈ മൈൻഡ് ഫുള്ളായിട്ട് കിടക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ എൻ്റെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നം, ഒരു സമാധാനം ഇല്ലല്ലോ, സന്തോഷമില്ലല്ലോ, അതില്ലല്ലോ, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ പലതും മറന്നു പോയല്ലോ, എനിക്ക് പലതും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പലതും പമ്പ കടക്കും. ഈ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് ഫോക്കസ് ഒന്ന് വിടുക, ഒന്ന് പോസ് ചെയ്ത് വെക്കുക പ്രശ്നങ്ങളൊക്കെ. ഇതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക, ഇതിലേക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുന്നതായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഫോക്കസ് ലഭിക്കും. നിങ്ങൾക്ക് ഓർമ്മശക്തി കൂടാനും, നിങ്ങളെ മറവി എന്ന അസുഖമുണ്ടല്ലോ അതൊക്കെ മാറും. സന്തോഷം വരും, സമാധാനം വരും. ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? സമാധാനം, സന്തോഷം അല്ലേ? ലൈഫിൽ ഹാപ്പി ആവണ്ടേ? സമാധാനം വേണ്ടേ? സന്തോഷം വേണ്ടേ അല്ലേ? അപ്പോൾ അതിനൊക്കെ എന്താ ചെയ്യേണ്ടത്? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഒരു ലൈഫിലേക്കൊരു പ്രശ്നം വന്നാൽ അതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ താഴെ ഒരു മൈൻഡ്ഫുൾ ജേർണലിങ്ങും കൂടി അയക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ എഴുതാൻ വേണ്ടി നോക്കാം, ഡെയിലി എഴുതാൻ വേണ്ടി നോക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത്, കേട്ട സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഇമോജീസ് നിങ്ങൾ അയക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.
ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബ്രേക്ക് എടുക്കുക. നിങ്ങൾ ഇപ്പം കുറേ സമയം ജോലി ചെയ്യുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കുക. ബ്രീത്തൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് പുറത്തൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെയും നിങ്ങൾ ആ ജോലി കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത്, പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളും നമ്മുടെ മനസ്സും എന്ത് ചെയ്യും, തളർന്നു പോയിടോ. ഓർമ്മശക്തി പല ആൾക്കാർക്കും കുറയുന്നത് ഇതൊക്കെ കൊണ്ടാ, ഫോക്കസ് കിട്ടാത്തത് ഇതൊക്കെ കൊണ്ടാ. അപ്പം എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ പ്രകൃതിയായിട്ടൊന്ന് ഇണങ്ങാൻ നോക്കുക. എല്ലാം ഒന്ന് സ്ലോ ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നല്ല സ്ലോ അല്ല, ഇതേപോലെ പതുക്കെ മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒന്ന് എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണെങ്കിൽ പോലും, ഒരു ബിരിയാണി കഴിക്കുന്നതാണെങ്കിൽ പോലും അത് രുചിച്ച് ഒന്ന് മണത്ത് അതിന് എല്ലാം ഒന്ന് സ്ലോ ആയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. മനസ്സറിഞ്ഞ് കഴിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ ജേർണലിങ് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന, പല ആൾക്കാരോടും പറയുന്നൊരു കാര്യമാണ് ജേർണലിങ്. നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ജേർണലിങ്. അതേപോലെ തന്നെ ബോഡി ഒന്ന് മൂവ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊന്ന് ബോഡി മൂവ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ജീവിക്കുക. ഒരു രാത്രി കിടക്കുന്ന സമയത്ത് അന്നുണ്ടായിട്ടുള്ള നിങ്ങളുടെ ഗ്രേറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് എഴുതുക, അനുഗ്രഹങ്ങൾ എഴുതുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ മൈൻഡ് ഉണ്ടാവും, കാമാവും, പീസ്ഫുള്ളാവും, സന്തോഷം വരാൻ തുടങ്ങും, സമാധാനം വരാൻ തുടങ്ങും. ഈ മൈൻഡ് ഫുള്ളായിട്ട് കിടക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ എൻ്റെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നം, ഒരു സമാധാനം ഇല്ലല്ലോ, സന്തോഷമില്ലല്ലോ, അതില്ലല്ലോ, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ പലതും മറന്നു പോയല്ലോ, എനിക്ക് പലതും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പലതും പമ്പ കടക്കും. ഈ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് ഫോക്കസ് ഒന്ന് വിടുക, ഒന്ന് പോസ് ചെയ്ത് വെക്കുക പ്രശ്നങ്ങളൊക്കെ. ഇതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക, ഇതിലേക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുന്നതായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഫോക്കസ് ലഭിക്കും. നിങ്ങൾക്ക് ഓർമ്മശക്തി കൂടാനും, നിങ്ങളുടെ മറവി എന്ന അസുഖം ഉണ്ടല്ലോ അതൊക്കെ മാറും. സന്തോഷം വരും, സമാധാനം വരും. ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? സമാധാനം, സന്തോഷം അല്ലേ? ലൈഫിൽ ഹാപ്പി ആവണ്ടേ? സമാധാനം വേണ്ടേ? സന്തോഷം വേണ്ടേ അല്ലേ? അപ്പോൾ അതിനൊക്കെ എന്താ ചെയ്യേണ്ടത്? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഒരു ലൈഫിലേക്കൊരു പ്രശ്നം വന്നാൽ അതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ ഞാൻ താഴെ ഒരു മൈൻഡ്ഫുൾ ജേർണലിങ്ങും കൂടി അയക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ എഴുതാൻ വേണ്ടി നോക്കാം, ഡെയിലി എഴുതാൻ വേണ്ടി നോക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത്, കേട്ട സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഇമോജീസ് നിങ്ങൾ ഒന്ന് അയക്കുക. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.
ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബ്രേക്ക് എടുക്കുക. നിങ്ങൾ ഇപ്പം കുറേ സമയം ജോലി ചെയ്യുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കുക. ബ്രീത്തൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് പുറത്തൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെയും നിങ്ങൾ ആ ജോലി കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത്, പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും എന്ത് ചെയ്യും, തളർന്നു പോയിടോ. ഓർമ്മശക്തി പല ആൾക്കാർക്കും കുറയുന്നത് ഇതൊക്കെ കൊണ്ടാ, ഫോക്കസ് കിട്ടാത്തത് ഇതൊക്കെ കൊണ്ടാ. അപ്പം എന്ത് ചെയ്യുക, ഒന്ന് നമ്മുടെ പ്രകൃതിയായിട്ടൊന്ന് ഇണങ്ങാൻ നോക്കുക. എല്ലാം ഒന്ന് സ്ലോ ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നല്ല സ്ലോ അല്ല, ഇതേപോലെ പതുക്കെ മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒന്ന് എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണെങ്കിൽ പോലും, ഒരു ബിരിയാണി കഴിക്കുന്നതാണെങ്കിൽ പോലും അത് രുചിച്ച് ഒന്ന് മണത്ത് അതിന് എല്ലാം ഒന്ന് സ്ലോ ആയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. മനസ്സറിഞ്ഞ് കഴിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ ജേർണലിങ് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന, പല ആൾക്കാരോടും പറയുന്നൊരു കാര്യമാണ് ജേർണലിങ്. നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ജേർണലിങ്. അതേപോലെ തന്നെ ബോഡി ഒന്ന് മൂവ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊന്ന് ബോഡി മൂവ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ജീവിക്കുക. ഒരു രാത്രി കിടക്കുന്ന സമയത്ത് അന്നുണ്ടായിട്ടുള്ള നിങ്ങളുടെ ഗ്രേറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് എഴുതുക, അനുഗ്രഹങ്ങൾ എഴുതുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ മൈൻഡ് ഉണ്ടാവും, കാമാവും, പീസ്ഫുള്ളാവും, സന്തോഷം വരാൻ തുടങ്ങും, സമാധാനം വരാൻ തുടങ്ങും. ഈ മൈൻഡ് ഫുള്ളായിട്ട് കിടക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ എൻ്റെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നം, ഒരു സമാധാനം ഇല്ലല്ലോ, സന്തോഷമില്ലല്ലോ, അതില്ലല്ലോ, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ പലതും മറന്നു പോയല്ലോ, എനിക്ക് പലതും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പലതും പമ്പ കടക്കും. ഈ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് ഫോക്കസ് ഒന്ന് വിടുക, ഒന്ന് പോസ് ചെയ്ത് വെക്കുക പ്രശ്നങ്ങളൊക്കെ. ഇതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക, ഇതിലേക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുന്നതായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഫോക്കസ് ലഭിക്കും, നിങ്ങൾക്ക് ഓർമ്മശക്തി കൂടാനും, നിങ്ങളുടെ മറവി എന്ന അസുഖം ഉണ്ടല്ലോ അതൊക്കെ മാറും, സന്തോഷം വരും, സമാധാനം വരും. ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? സമാധാനം, സന്തോഷം അല്ലേ? ലൈഫിൽ ഹാപ്പി ആവണ്ടേ? സമാധാനം വേണ്ടേ? സന്തോഷം വേണ്ടേ അല്ലേ? അപ്പോൾ അതിനൊക്കെ എന്താ ചെയ്യേണ്ടത്? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഒരു ലൈഫിലേക്കൊരു പ്രശ്നം വന്നാൽ അതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ താഴെ ഒരു മൈൻഡ്ഫുൾ ജേർണലിങ്ങും കൂടി അയക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ എഴുതാൻ വേണ്ടി നോക്കുക, ഡെയിലി എഴുതാൻ വേണ്ടി നോക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത്, കേട്ട സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഇമോജീസ് നിങ്ങൾ ഒന്ന് അയക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.